ഒരു പ്രസംഗത്തെക്കാളൊക്കെ ഏറെ അല്പസമയം നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ധ്യാനിക്കാം എന്ന് വിചാരിക്കുന്നു. നാം ആരാധിക്കുന്ന ഈ കുരിശിലേക്കൊന്ന് നമുക്ക് നോക്കാം. പ്രസംഗിക്കുന്ന എൻ്റെ മുഖത്തേക്കാളേറെ ഈ കുരിശിലേക്ക് നമുക്ക് നമ്മുടെ വിചാരങ്ങളെ ഒന്ന് കൊണ്ടുപോകാം. പ്രസംഗങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ മഹത്തായ ഒരു പ്രസംഗത്തിലേക്ക് നമ്മുടെ മനസ്സുകളെ ഒന്ന് കൊണ്ടുപോകാം. ഓരോ മഹത്തായ പ്രസംഗങ്ങൾ നിർമ്മിക്കുന്നതിൽ 3 ഘടകങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ഒരു പ്രസംഗപീഠം, ഒരു സദസ്സ്, ഒരു സത്യം. ഇത് 3ഉം ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ 2 പ്രസംഗങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന് ആദ്യത്തെ പ്രസംഗം, 2 ഏറ്റവും അവസാനത്തെ പ്രസംഗം. യേശുവിൻ്റെ ആദ്യത്തെ സന്ദേശത്തിൻ്റെ പ്രസംഗപീഠം മലയോരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സദസ്സ് അക്ഷരാഭ്യാസമില്ലാത്ത ഗലീലക്കാരായിരുന്നു. അവൻ്റെ സത്യങ്ങൾ അനുഗ്രഹങ്ങളായിരുന്നു. അവൻ്റെ അവസാനത്തെ പ്രസംഗത്തിൻ്റെ യാഗപീഠം എന്ന് പറയുന്നത് കുരിശായിരുന്നു. അതിൻ്റെ ശ്രോതാക്കൾ പാപികളായ ചില മനുഷ്യരും മറ്റു ചില മനുഷ്യരും, ചിലരെയൊക്കെ നമ്മൾ വിശുദ്ധരെന്നൊക്കെ വിളിക്കും. മരിക്കുന്ന ക്രിസ്തുവിനെ പോലെ ഒരു പ്രാസംഗികൻ ഒരിക്കലും ഈ ലോകത്ത് ഉണ്ടായിട്ടില്ല. അവസാനത്തെ 7 മൊഴികൾ പോലെ ഒരു പ്രസംഗം ഈ ലോകത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അത് ശ്രവിച്ചതായ ആ സഭയെ പോലെ ഒരു സഭ മറ്റൊരിടത്ത് നമുക്ക് കാണാൻ കഴിയുകയില്ല. എന്തായിരുന്നു ആ 7 മൊഴികൾ? 1, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ലൂക്കോസ് 23:34. ശാരീരിക പീഡനങ്ങൾ, നാണക്കേട്, പരസ്യമായ പരിഹാസങ്ങൾ എന്നിവയ്ക്ക് ശേഷം വാക്കുകൾ ഉച്ചരിക്കാനുള്ള ശക്തി യേശുവിന് ഉണ്ടായിരുന്നു എന്നത് അതിശയകരമാണ്. മരണം ആസന്നമാകുമ്പോൾ മനുഷ്യഹൃദയം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനോടോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോടോ സ്നേഹത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു എന്നത് മനുഷ്യ മനഃശാസ്ത്രത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. യേശു ഇവിടെ പറയുന്ന ആദ്യത്തെ 3 മൊഴികളിൽ ഒന്നാമതായി കാണുന്നത് ശത്രുക്കളെ പറ്റിയാണ്. 2 പാപികൾക്ക് വേണ്ടിയാണ്. 3 അമ്മയെ പറ്റി. ആ ദിവ്യ സ്നേഹത്തിൻ്റെ ക്രമം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ശത്രുക്കളെ പറ്റി, 2 പാപികളെ പറ്റി, 3 അമ്മയെ പറ്റി. റോമിൽ ജീവിച്ചിരുന്ന സ്റ്റോയിക് ചിന്തകനായിരുന്ന സെനേക്ക ഇപ്രകാരം പറയുന്നു: ക്രൂശിക്കപ്പെട്ടവർ അവരുടെ ജനന ദിവസത്തെയും ക്രൂശിക്കുന്നവരുടെയും അവരുടെ അമ്മമാരെയും ശപിക്കുകയും അവരെ നോക്കുന്നവരുടെ നേരെ തുപ്പുകയും ചെയ്യും. എന്നാൽ യേശുവിടെ ശത്രുക്കളോട് ക്ഷമിക്കുകയാണ്. പാപത്തിൻ്റെ ദൈവികമായ വിലയിരുത്തലും അതിൻ്റെ ഫലമായ കുറ്റബോധവും നമുക്ക് ഇവിടെ കാണാം. മനുഷ്യ ഹൃദയത്തിൻ്റെ അന്ധതയെ അത് സൂചിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്വന്തം പഠിപ്പിക്കലും ഇതിന് മനോഹരമായ പഠിപ്പിക്കലിൻ്റെ ഉദാഹരണമായി നമുക്കിതിനെ കാണുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക. പഴയ നിയമത്തിൽ തന്നെ ചതിച്ചതായ സഹോദരന്മാരോട് ജോസഫ് ക്ഷമിക്കുന്നു. ധൂർത്തപുത്രൻ്റെ കഥയിൽ എല്ലാ പങ്കുകളും വാങ്ങിച്ചുകൊണ്ട് പോയ മകൻ മടങ്ങി വരുമ്പോൾ അപ്പനെല്ലാം മറന്ന് മകനെ സ്വീകരിക്കുന്നു. ഏശാവ് യാക്കോബിനോട് ക്ഷമിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖം കാണുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട്
ക്ഷമ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പര്യായമാണ്. ക്രിസ്തുവിൻ്റെ അനുയായിയായിരുന്ന സ്തെഫാനോസ് പോലും തന്നെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ, ദൈവമേ, ഇവരുടെ പാപം ഇവരുടെ മേൽ നിർത്തരുതേ എന്ന് പറയുന്നു. രണ്ട് കഥാപാത്രങ്ങളുടെ അവസാനം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ശിംശോൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം എത്തുമ്പോൾ തൻ്റെ ശക്തി കൊണ്ട് ശത്രുക്കളെ ഇല്ലാതെയാക്കുന്നു. ക്രിസ്തു ശത്രുക്കളോട് ക്ഷമിക്കുന്നു. തൻ്റെ ഭർത്താവിനെയും 2 ആൺകുട്ടികളെയും കൊന്നതായ ആളുകളോട് ഭാരതത്തിൽ സുവിശേഷം അറിയിക്കാനെത്തിയ ഗ്രഹാം സ്റ്റീൻസ്, അദ്ദേഹത്തിൻ്റെ 2 മക്കൾ ഫിലിപ്പ്, തിമോത്തി, ഇവരെ ചുട്ടരിച്ച് കൊന്നു. അതിനുശേഷം ഗ്ലാഡിസ് സ്റ്റെയിൻസിനോട് പത്രപ്രവർത്തകർ ഇന്റർവ്യൂ നടത്തി. ഗ്ലാഡിസ് സ്റ്റെയിൻസിന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: എൻ്റെ മക്കൾ വളരുന്നത് കാണാൻ കഴിയാത്തതിൽ എനിക്ക് സങ്കടമുണ്ട്. ചില സമയങ്ങളിൽ എൻ്റെ ഭർത്താവിൻ്റെ പിന്തുണ എനിക്ക് നഷ്ടമാകും. എങ്കിലും ഞാൻ അവരോട് ക്ഷമിക്കുന്നു. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാറുണ്ടോ? ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ ഇല്ലാത്ത മനുഷ്യരുണ്ടോ? നാം ഇപ്പോൾ ഈ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സിനെ ഒന്ന് പരിശോധിച്ചാൽ ആരോടൊക്കെയോ നമുക്ക് പരിഭവങ്ങളില്ലേ? ആരോടൊക്കെയോ നമുക്കൊന്ന് ക്ഷമിക്കാൻ മനസ്സ് കാണിക്കാതെ പോയ സന്ദർഭങ്ങളില്ലേ? നിസ്സാരമായ ചില പ്രശ്നങ്ങൾക്ക് അരുതാത്തത് പറഞ്ഞു പോയിട്ടില്ലേ? ക്രിസ്തു ശത്രുവിനോട് ക്ഷമിക്കുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. 2, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിരിക്കും എന്ന് ഞാൻ സത്യമായിട്ടും നിന്നോട് പറയുന്നു. ലൂക്കോസ് 23:43. കുരിശിലെ ഈ മൊഴി എന്ന് പറയുന്നത് ഉറപ്പിന്റെ നിലവിളിയാണ്. 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടതായ ക്രിസ്തു, വലതുവശത്തെ കള്ളനെ നമ്മൾ നല്ല കള്ളൻ എന്ന് പറയുന്നു. ഒരു കള്ളൻ എങ്ങനെയാണ് നല്ലതായി മാറുന്നത്? മറ്റൊരാളുടെ വസ്തുവോ സാധനമോ മോഷ്ടിക്കുന്ന ഒരുവനെ നമ്മൾക്ക് എങ്ങനെ നല്ലത് എന്ന് പറയാൻ സാധിക്കും? ലൂക്കോസ് 23:39 മുതൽ 43 വരെ നമ്മൾ വായിക്കുകയാണെങ്കിൽ പശ്ചാത്തലം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇടതുവശത്തെ കള്ളൻ ക്രൂശിച്ചവരെ പോലെ യേശുവിനെയും കളിയാക്കുകയാണ്, ശപിക്കുകയാണ്. മറ്റേ വലതുവശത്തുള്ള കള്ളൻ അനുദപിക്കുകയാണ്. ആ കള്ളൻ യേശുവിനെ സംബോധന ചെയ്യുന്നത് യേശുവേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ പശ്ചാത്തലത്തിൽ മറ്റുള്ളവരെല്ലാം യേശുവിനെ സംബോധന ചെയ്തിരുന്നത് ഒന്നുകിൽ ഗുരു, യജമാനനെ, റബൂനി എന്നൊക്കെയായിരുന്നു. യേശുവെ എന്ന് ആദ്യം വിളിച്ചത് യോസഫും മറിയയുമാണ്. തങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടുമ്പോൾ അവരാണ് ആദ്യമായി പേര് വിളിക്കുന്നത്. യേശു എന്ന് പറഞ്ഞാൽ രക്ഷകൻ, യഹോവ രക്ഷകൻ എന്നാണ് അർത്ഥം. അപ്പോൾ ജോസഫും മറിയയും ഒക്കെ തങ്ങൾക്ക് കിട്ടിയതായ കുഞ്ഞിനെ ആദ്യം ഓമനത്തോടെ യേശുവെ എന്ന് വിളിക്കുന്നുണ്ട്. പിന്നീട് ആ കുഞ്ഞ് വളരുന്നു. കൂട്ടുകാർക്കൊപ്പം കളിച്ചപ്പോഴൊക്കെയും യേശുവെ എൻ്റെ അരികിലേക്ക് വരണമേ എന്ന് കൂട്ടുകാരൊക്കെ പറഞ്ഞു കാണും. കുറച്ചുകൂടെ വളർന്നപ്പോൾ അവൻ ആ പട്ടണത്തിലൂടെയൊക്കെ നടന്നു പോയപ്പോൾ അയൽവാസികളും ആ ഗ്രാമത്തിലുണ്ടായിരുന്നവരും ഒക്കെ ചോദിച്ചു കാണും, വലിയ തച്ചനായ യോസഫിന്റെ മകനായ യേശു അല്ലേ ഇത്? അതുകൊണ്ട് യേശു എന്ന് വിളിക്കണമെങ്കിൽ ഒരു ബന്ധം വേണ്ടേ? ഇവിടെ ഈ കള്ളൻ യേശു എന്ന് വിളിക്കുന്നു. യേശുവിനെ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ യേശുവിന്റെ മറുപടി അവന്റെ വേദനയിലും മനുഷ്യന് ആത്മീയ സൗഖ്യം നൽകുന്നു. അവസാന നിമിഷത്തിലും
ഒരു സുവിശേഷം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ പാർക്കും. ആദ്യ മാതാപിതാക്കളായ ആദാമിനും ഹവ്വയ്ക്കും നഷ്ടപ്പെട്ടു പോയത് ഏദനിലെ ഒരു പറുദീസയായിരുന്നു. ദൈവം അവരെ അവിടെ നിന്ന് പുറത്താക്കി. ഇവിടെ ക്രിസ്തു ഒരു പുതിയ പറുദീസ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ന് നീ, ഈ ഇന്നിന് ചില പ്രാധാന്യമുണ്ട്. ഇന്നലകളിലെ നമ്മളെ മറന്ന് നാളത്തെ വേവലാതികളൊക്കെ മാറ്റിപ്പിടിച്ചുകൊണ്ട് ഇന്നിന്റെ സന്തോഷത്തിൽ നീ പ്രവേശിക്കുക. തൻ്റെ ജീവിതത്തെ ഉടനീളം താൻ ചെയ്ത തെറ്റുകളും ഒക്കെയും ഈ കള്ളൻ ഓർത്തപ്പോൾ ക്രിസ്തു എന്താണ് പറയുന്നത്? വിഷമിക്കേണ്ട, ഒരു സ്വർഗമുണ്ട്. വിഷമിക്കേണ്ട, ഒരു സ്വർഗമുണ്ട്. നമ്മളും ആയിരിക്കുന്ന ഇടത്ത് മറ്റുള്ളവർക്ക് രക്ഷിക്കാൻ സാധ്യതയായിത്തീരുന്നുണ്ടോ? സ്വർഗത്തിൻ്റെ വിശ്വസ്തതയെ നാം ചോദ്യം ചെയ്യുന്നുണ്ടോ? എങ്കിൽ അതിനുള്ള ഉത്തരമാണ് ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. 3, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. സ്ത്രീയെ ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ. യോഹന്നാൻ 19:26-27. യേശു ക്രിസ്തു അമ്മയുടെ സ്നേഹത്തെ ഇവിടെ മനസ്സിലാക്കുന്നുണ്ട്. ഒരു പുത്രന്റെ ധർമ്മത്തെ കൃത്യമായി ചെയ്യുന്നുണ്ട്. ആ കുരിശിന്റെ വെളിച്ചത്തിൽ ശിഷ്യന് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ നൽകുകയാണ്. ലൂക്കോസ് 1:38 ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ മറിയ ജീവിതത്തിൽ പലതരം ശൂലങ്ങളുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിനാശ്വാസമായി ക്രിസ്തു ഒരു മകനെ നൽകുന്നു. ക്രിസ്തുവിൻ്റെ ജീവിതം ആദ്യം മുതലേ നമ്മളൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ ഒരു അഡോപ്ഷനിലൂടെയാണ്. യോസഫ് എന്ന തച്ചൻ ക്രിസ്തുവിനെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് കുരിശിൽ എത്തിയ ക്രിസ്തു തൻ്റെ അമ്മയ്ക്ക് ഒരു മകനെ നൽകുകയാണ്. ശിഷ്യന് ഒരു അമ്മയെ നൽകുകയാണ്. യോഹന്നാൻ ആയിരുന്നു ആ ശിഷ്യൻ. എന്തുകൊണ്ട് യോഹന്നാൻ? യേശുവിൻ്റെ മറ്റ് സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് യോഹന്നാൻ? വേദപുസ്തകം നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിൽ പ്രകാരം പറയുന്നു, അവൻ്റെ സ്വന്തം സഹോദരങ്ങൾ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല. യോഹന്നാൻ മറ്റു ശിഷ്യന്മാരെ പോലെ വിട്ടുപോയതിന് ആദ്യം ഓടിപ്പോവുകയാണ്, പിന്നീട് കുരിശിലേക്ക് തിരിച്ചു വരികയാണ്. അതിന് യേശു അവനെ ശാസിച്ചില്ല, മറിച്ച് മടങ്ങി വന്നപ്പോൾ മഹത്തായ ഒരു ബഹുമതി നൽകുകയാണ്. ഇതാ നിന്റെ അമ്മ. ഖലീൽ ജിബ്രാന്റെ പ്രവാചകൻ എന്ന പുസ്തകത്തിൽ ഈ വരികൾ വളരെ ശ്രദ്ധേയമാണ്. നിങ്ങളുടെ ശിശുക്കൾ നിങ്ങളുടെ ശിശുക്കളല്ല, ജീവിതത്തിൻ്റെ തന്നോട് തന്നെയുള്ള കാമിനിയുടെ പുത്രന്മാരും പുത്രികളുമാണ്. അവർ നിങ്ങളിലൂടെ വളരുന്നു, എന്നാൽ നിങ്ങളിൽ നിന്നല്ല. അവർ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിലും നിങ്ങളുടേതുമല്ല. ക്രിസ്തു കുടുംബം സ്ഥാപിക്കുകയാണ്. നാം ആ കുടുംബത്തിലെ അംഗങ്ങളാണോ? അടുത്തിരിക്കുന്ന മനുഷ്യരെ കണ്ടിട്ട് ഇതാ എൻ്റെ അമ്മയെന്ന് പറയാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ഏതൊരു പുരുഷനെയും കണ്ടുകൊണ്ട് ഇത് എൻ്റെ മകൻ എന്ന് പറയാൻ സാധിക്കുമോ? ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ. 4, എലോഹീം എലോഹീം ലമ്മ ശബക്താനി. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? മത്തായി 27:46. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടത് എന്ത്? 22-ാം സങ്കീർത്തനമാണ്. യേശുക്രിസ്തു ദൈവത്തെ എപ്പോഴും അബ്ബാ പിതാവേ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഇവിടെ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്നു. ഈ മൊഴി യേശുക്രിസ്തു
എല്ലാ മനുഷ്യർക്ക് വേണ്ടിയുള്ളൊരു അപേക്ഷയായി കണക്കെടുക്കുന്നു. മരണത്തോടടുത്തപ്പോൾ യേശു തൻ്റെ കുരിശിൽ നിന്നും താഴേക്ക് നോക്കി അമ്മയെയും ശിഷ്യനെയും മറ്റു ചിലരെയൊക്കെ കണ്ടു. അവർക്കാർക്കും ക്രിസ്തുവിനെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല. വേവലാതിയുടെ വാക്കുകളാണിത്. റോമർ 6:23 നാം ഇപ്രകാരം വായിക്കുന്നു: പാപത്തിന്റെ ശമ്പളം മരണമത്രേ. 1 കൊരിന്ത്യർ 15:22 ആദാമിൽ ഏവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തേ? ഈ കൈവിട്ടത് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഭാഷയിലെ ഏറ്റവും അസഹനീയമായ വാക്കാണ്. നമ്മളോട് അടുത്തുള്ളവർ നമ്മളെ കൈവിട്ടു എന്ന് പറയുന്നത് നമ്മളില്ലാതെ പോകുന്നതിന് തുല്യമാണ്. പിതാവ് പുത്രനെ ഏൽപ്പിച്ച ഒരു ദൗത്യത്തിൽ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ, കുരിശിലായിരുന്നപ്പോൾ ദൈവം കൈവിട്ടു എന്നുള്ള തോന്നലിൽ ക്രിസ്തു കരയുകയാണ്. ഇപ്പോൾ ആ പിതാവായി മാറിയില്ല. പിതാവ് ഇപ്പോൾ ദൈവമായി മാറിയിരിക്കുന്നു. വിരോധാഭാസങ്ങളാണ് ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. ദൈവം സ്നേഹിക്കുന്നു, കാരണം ദൈവം സഹിക്കുന്നു. ദൈവം സഹിക്കുന്നു, കാരണം ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നീണ്ട നാളുകളായി പ്രയാസം അനുഭവിക്കുന്ന മണിപ്പൂരിലേക്ക് നമുക്കൊന്ന് നമ്മുടെ മനസ്സുകളെ കൊണ്ടുപോകാം. അവിടെ ആളിക്കത്തുന്നതായ പലവിധമായ പ്രശ്നങ്ങൾ, അവിടെയുള്ള ദേവാലയങ്ങളിലെ ജനങ്ങൾ, ദേവാലയത്തിലല്ലാത്ത മറ്റു മതങ്ങളിലുള്ള ജനങ്ങൾ എല്ലാവരും ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കും പറയുന്നത്: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്തേ? കൈവിട്ടുപോയ അനേകരുള്ള സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. കൈവിട്ട മനുഷ്യർക്ക് കൈ കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമോ? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്തേ? 5 I thirst, എനിക്ക് ദാഹിക്കുന്നു. യോഹന്നാൻ 19:28 എനിക്ക് ദാഹിക്കുന്നു. ഏറ്റവും ചെറിയ മൊഴിയാണ് കഷ്ടപ്പാടിൻ്റെ മൊഴി. മരുഭൂമിയിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കർത്താവ് പലവിധമായ അത്ഭുതങ്ങൾ ചെയ്തു. കാനാവിൽ കല്യാണത്തിന് വെള്ളത്തിനെ വീഞ്ഞാക്കി മാറ്റിയ കർത്താവ് മനുഷ്യൻ്റെ നിസ്സഹായതയുടെ ഭാവമായ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നു. 69-ാം സങ്കീർത്തനം 21-ാം വാക്യത്തിൽ എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കൊടുപ്പാൻ തന്നു. പുരാതന കാലത്ത് വരാനിരിക്കുന്ന മശിഹായെക്കുറിച്ച് പറയുവാൻ ദൈവാത്മാവ് ദാവീദിനെ പ്രേരിപ്പിച്ച സങ്കീർത്തനമാണിത്. നിർജ്ജലനീകരണത്തിൻ്റെ നീണ്ട സാവധാനത്തിലുള്ള പ്രക്രിയയാണ് ക്രൂശീകരണം. ഗത്ശമനയിൽ തുടങ്ങിയതാണ്. വലിയ രക്തത്തുള്ളികളായി യേശു ഉയർത്തു. യേശുവിനെ പിടികൂടിയ അന്നാസും കയ്യാഫാവും അവന്റെ മുമ്പിൽ യേശുവിനെ വിചാരണ ചെയ്തു. വിചാരണകളുടെ നീണ്ട പരമ്പര. തടവറയിലെ രാത്രി, ചാട്ടവാറ് കൊണ്ടടി, കുരിശ് ചുമക്കാൻ നിർബന്ധിതനാകുന്നു. അത്തരം കഷ്ടപ്പാടുകൾ അവന്റെ ശരീരത്തിൽ നിന്നും ജലാംശം ഇല്ലാതെയാക്കി. 6 മണിക്കൂറോളം അവൻ ഈർപ്പമില്ലാതെ കുരിശിൽ തൂങ്ങിക്കിടന്നു. ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ ഒരു തെളിവാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളുടെ തീവ്രത നാം ഇവിടെ കാണുന്നു. പിതാവിൻ്റെ ഹിതത്തിന് രക്ഷകന്റെ സമർപ്പണം നാം ഇവിടെ കാണുന്നു. ക്രിസ്തു തൻ്റെ കഷ്ടം അനുഭവിക്കുന്ന ജനങ്ങളോട് എങ്ങനെ സഹതപിക്കാൻ കഴിയുമെന്ന് ഇവിടെ കാണുന്നു. ഒരു സാർവത്രിക ആവശ്യത്തിൻ്റെ ആവിഷ്കാരമാണ് നാം ഇവിടെ കാണുന്നത്. 4 ദിവസങ്ങൾക്ക് മുമ്പുള്ള
പത്രത്തിൽ ഇപ്രകാരം വായിക്കാനിടയായി: വടക്കൻ ഗാസയിൽ പട്ടിണി വഷളാകുന്നു. അവിടെ 2 വയസ്സിന് താഴെയുള്ള 31% കുട്ടികൾ പോഷകാഹാരക്കുറവ് കൊണ്ട് മരണമടയുന്നു. ജനുവരി മുതൽ ഇതിൻ്റെ കണക്ക് ഇരട്ടിയായി. അവിടെയുള്ള കുഞ്ഞുങ്ങൾ പറയുന്നു, എനിക്ക് വിശക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. മറ്റുള്ളവരുടെ ദാഹം മാറ്റുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ദാഹം ശമിച്ചിട്ടും സ്വാർത്ഥതയുടെ പാനീയങ്ങൾ നാം വീണ്ടും കുടിക്കുകയല്ലേ? എനിക്ക് ദാഹിക്കുന്നു. 6 നിവൃത്തിയായി. യോഹന്നാൻ 19:30. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. നിവൃത്തിയായി. യേശു കുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. പല ചിത്രങ്ങളിലും പ്രതിമകളിലും ഒക്കെ യേശു ക്രിസ്തു തലചരിച്ച രീതിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കുരിശിൽ കിടക്കുന്ന ക്രിസ്തു ഒരു വശത്തേക്ക് തലചരിച്ച രീതിയിൽ കാണുവാൻ സാധിക്കും. എന്നാൽ യേശു ക്രിസ്തു സൈഡിലേക്കല്ല, എല്ലാം സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായി താഴേക്കാണ് തല മണക്കിയത്. എനിക്ക് ദാഹിക്കുന്നു എന്ന് യേശുവിൻ്റെ വാക്കുകളിൽ നമ്മൾക്ക് വിലാപത്തിൻ്റെ നിലവിളി കേൾക്കാം. ഇപ്പോൾ അവൻ്റെ ആഹ്ലാദത്തോടെയുള്ള നിലവിളി നമ്മുടെ ചെവിയിൽ പതിക്കുന്നു. നിവൃത്തിയായി. ക്രിസ്തുവിൻ്റെ കുരിശിന് 2 വശങ്ങളുണ്ട്. അത് അവൻ്റെ അപമാനത്തിൻ്റെ അഗാധമായ ആഴം കാണിച്ചു. എന്നാൽ അവതാരത്തിൻ്റെ ലക്ഷ്യവും അടയാളപ്പെടുത്തി. കൂടാതെ അത് അവൻ്റെ ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തെ കാണിച്ചു. അത് നമ്മുടെ രക്ഷയ്ക്ക് അടിസ്ഥാനമായി തീർന്നു. നിസ്സഹായനായ ഒരു രക്തസാക്ഷിയുടെ നിരാശാജനകമായ നിലവിളിയായിരുന്നില്ല ഇത്. തൻ്റെ കഷ്ടപ്പാടുകൾക്ക് വിരാമമിട്ട് സംതൃപ്തിയുടെ പ്രകടനമായിരുന്നില്ല. തളർന്ന ജീവിതത്തിൻ്റെ അവസാനത്തെ ശ്വാസമുട്ടലായിരുന്നില്ല അത്. ദൈവിക വീണ്ടെടുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രഖ്യാപനമായിരുന്നു. താൻ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്നതെല്ലാം ഇപ്പോൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ പൂർണ്ണ സ്വഭാവം വെളിപ്പെടുത്താൻ ആവശ്യമായതെല്ലാം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. അവയെല്ലാം നിറവേറ്റപ്പെട്ടു. നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ വില ഇപ്പോൾ നൽകപ്പെട്ടു. ഇതിലൂടെ പ്രവാചകന്മാർ പഴയ നിയമത്തിൽ പ്രവചിച്ചതിൻ്റെ നിവൃത്തീകരണമാണ്, അതിൻ്റെ പൂർത്തീകരണമാണ്, അവൻ്റെ കഷ്ടപ്പാടുകളുടെ പൂർത്തീകരണമാണ്. മനുഷ്യ അവതാരത്തിൻ്റെ പൂർത്തിയിലേക്ക് നയിക്കുന്നു. ഇവിടെ സാത്താൻ്റെ ശക്തിയുടെ നാശം കാണുന്നു. ദൈവം നമ്മെ ഈ ലോകത്തിൽ ആക്കിയിരിക്കുന്നത് ചില ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടല്ലേ? ആ ഉത്തരവാദിത്തങ്ങൾ നാം നിറവേറ്റാറുള്ളൂ. ദൈവം പുത്രന് നൽകിയ ഉത്തരവാദിത്തങ്ങളെല്ലാം ഭംഗിയായി നിറവേറ്റി. നിവൃത്തിയായി എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുന്നു. 7 പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. ലൂക്കോസ് 23:46. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. നല്ല മരണം. എന്താണ് നല്ല മരണം? വേദനയില്ലാതെ മരിക്കുന്നതിനെയാണോ? പ്രതാപത്തോടുകൂടി മരിക്കുന്നതാണോ? വാർദ്ധക്യത്തിൽ മരിക്കുന്നതാണോ നല്ല മരണം? നല്ല മരണം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നാം ഈ നിമിഷം മരിച്ചു പോവുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മൾ അവസാനമായി പറയാൻ പോകുന്നത്? സങ്കീർത്തനം 31:6 ഇതേ വാക്യം കാണുവാൻ സാധിക്കും. 9 ദിവസത്തെ കോമായിലേക്ക് വഴുതി വീഴുന്നതിന് മുമ്പ് വിൻസ്റ്റൺ ചർച്ചിൽ ഈ വാക്കുകൾ അവസാനമായി ഉച്ചരിച്ചു: എനിക്കെല്ലാം വിരസമായിരിക്കുന്നു.
എനിക്ക് അകത്തേക്ക് പോകണം, മൂടൽമഞ്ഞ് ഉയരുന്നു. എമിലി ഡിക്കിൻസൺ മരണക്കിടക്കയിൽ പറഞ്ഞതാണ്. ബീത്തോവൻ തൻ്റെ സുഹൃത്തുക്കളോട് മരണശൈലിയിൽ പ്രകാരം പറഞ്ഞു, കൈയടിക്കൂ സുഹൃത്തുക്കളെ, തമാശ അവസാനിച്ചിരിക്കുന്നു. ഇവിടെ യേശു പറയുകയാണ്, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. ഇവിടെ നാം രക്ഷകനെ വീണ്ടും പിതാവുമായുള്ള കൂട്ടായ്മയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നാം ക്രിസ്തുവിൻ്റെ ദൈവത്വത്തോടുള്ള പൂർണ്ണമായ കീഴടങ്ങൾ കാണുന്നു. ഒരു നിത്യ സുരക്ഷിതത്തിൻ്റെ ഇടം കാണുന്നു. ഇവിടെ ഹൃദയത്തിൻ്റെ യഥാർത്ഥ സ്ഥാനം എവിടെയാണെന്ന് തിരിച്ചറിയുവാൻ സഹായിക്കുന്നു. ക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിൽ മരിച്ചു. അവൻ പിതാവിൻ്റെ സംരക്ഷണത്തിനുള്ളിൽ മരിച്ചു. അവൻ പിതാവിൻ്റെ കൈകളിൽ മരിച്ചു. നമ്മുടെ ഹൃദയങ്ങൾ എവിടെയാണ്? നമ്മുടെ ആത്മാവ് എവിടെയാണ്? നമ്മുടെ കൂട്ടായ്മ എവിടെയാണ്? കുരിശ് ഒരു റിവാർഡല്ല, നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രതിഫലമായി കിട്ടുന്ന ഒന്നാണ്. കുരിശ് അർത്ഥവത്തായി തീർന്നത് അതിൽ ക്രിസ്തു ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അപമാനത്തിൻ്റെ സിമ്പലായിരുന്ന കുരിശിനെ അഭിമാനത്തിൻ്റെ സിമ്പലാക്കി മാറ്റിയ ക്രിസ്തു. ക്രിസ്ത്യാനികളെന്ന് പറയുന്ന നാം എന്താണ് ചെയ്യുന്നത്? ക്രിസ്തുവിൻ്റെ അനുയായികൾ ആയിരിക്കണം നാം. 7 മൊഴികളാണ് ക്രിസ്തു പറഞ്ഞത്. ക്ഷമയുടെ മൊഴി, രക്ഷയുടെ, സ്നേഹത്തിൻ്റെ, വേദനയുടെ, കഷ്ടപ്പാടിൻ്റെ, വിജയത്തിൻ്റെ, സംതൃപ്തിയുടെ. നമുക്ക് കണ്ണുകളെ ഒന്ന് അടയ്ക്കാം. നമ്മുടെ മനസ്സുകളെ കാൽവറിയിലെ ആ കുരിശിലേക്ക് ഒന്ന് കൊണ്ടുപോകും. കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ ഒന്ന് നോക്കാൻ ശ്രമിക്കാം. വേദനയുടെ മധ്യത്തിലും അതിദുഃഖത്തിൻ്റെ മധ്യത്തിലും ക്രിസ്തു ചിലതൊക്കെ പഠിപ്പിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഈ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം എന്താണ്? കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച വന്നതിന് ശേഷം ഇന്ന് ഞാൻ ഈ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ ആ ബന്ധം എത്രത്തോളം വ്യത്യാസമുണ്ടതിന്? അകലം കൂടിയിട്ടുണ്ടോ അതോ കുറഞ്ഞിട്ടുണ്ടോ? എവിടെയൊക്കെയോ വീഴ്ചകൾ പറ്റിപ്പോയോ? ക്രിസ്തു ചിലതൊക്കെയും നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് ക്ഷമിക്കാൻ സാധിച്ചിട്ടുണ്ടോ? പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. നമുക്ക് ആരുടെയെങ്കിലുമൊക്കെ ജീവിതങ്ങളിൽ അവരെ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിൽ പാർക്കും. മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു കുടുംബമായി എല്ലാവരെയും കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ. വേദനയുടെ അനുഭവത്തിലിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ആശ്വസിപ്പിച്ചിട്ടുണ്ടോ? വേദന അനുഭവിക്കുന്ന അനേകം നമ്മുടെ ചുറ്റുപാടുമില്ലേ? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്തേ? കൈവിട്ടു പോയവർക്ക് ഒരു കൈ താങ്ങ് നൽകുവാൻ നമുക്ക് സാധിക്കുമോ? കൈപിടിച്ച് അവരെ ഒന്ന് ഉയർത്തുവാൻ നമുക്ക് സാധിക്കുമോ? കഷ്ടപ്പാടിൻ്റെ വാക്കുകൾക്ക് അവരുടെ കഷ്ടത കുറയ്ക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പ്രയാസത്തിലിരിക്കുന്നവരെ സഹായിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? എനിക്ക് ദാഹിക്കുന്നു,
ദാഹിക്കുന്നവർക്ക് ജീവജലം നൽകുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ വിജയത്തിൻ്റെ വാക്കുകളുണ്ടോ? നിവൃത്തിയായി ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിവൃത്തിയായി എന്ന് ദൈവത്തോട് പറയുവാൻ സാധിക്കുമോ? സംതൃപ്തിയുടെ വാക്കുകൾ നമുക്ക് പറയുവാൻ സാധിക്കുമോ? പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. നമ്മുടെ ഹൃദയം ദൈവത്തിലാണോ? ദൈവത്തിൽ ജനിച്ച നമ്മൾക്ക് ക്രിസ്തുവിൽ മരിക്കുവാൻ സാധിക്കുന്നു. അല്പസമയം മൗനമായി നമുക്ക് ആ ക്രിസ്തുവിനെ ഒന്ന് നോക്കാം. നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് വിലയിരുത്താം. ആ പറഞ്ഞ മൊഴികളിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ടോ? നിലവിളിക്കുന്നവരുടെ ശബ്ദം നാം കേൾക്കാതെ പോയിട്ടുണ്ടോ? കൈവിട്ടു പോയവർക്ക് കൈത്താങ്ങ് നൽകാൻ സാധിക്കുമോ? ക്രിസ്തു ചോദിക്കുകയാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നാം എല്ലാവരും തയ്യാറാണ്. സ്നേഹവാനായ ദൈവമേ, ഈ പരിശുദ്ധ ദിവസത്തിനായി നന്ദി. ദൈവമേ, നീ ആദിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ പാപത്തിന് അധീനനായി തീർന്നുപോയി. എങ്കിലും പ്രതീക്ഷ കൈവിടാതെ വിശ്വാസികളുടെ പിതാവായി നീ അബ്രഹാമിനെ എടുത്തു. അബ്രഹാമിലൂടെ ഇസഹാക്കിനെ ഞങ്ങൾക്ക് നൽകി. ഇസഹാക്കിനെ യാഗമായി നീ ചോദിച്ചു. എന്നിട്ട് നീ അത് സ്വീകരിക്കാതെ നിന്റെ പുത്രനെ ആ വലിയ യാഗത്തിനായി സമർപ്പിച്ചു. യാക്കോബിനെ നൽകി, 12 ഗോത്രങ്ങളെ നീ നൽകി. അങ്ങനെ ഇസ്രായേൽ ജനമുണ്ടായി. ഇസ്രായേൽ ജനം ദൈവത്തെ മറന്ന് പല രീതിയിലൊക്കെ പോയപ്പോഴും പല പ്രവാചകന്മാരിലൂടെയും പല ദൈവമനുഷ്യരിലൂടെയും അവരെ തിരിച്ചു വിളിക്കുകയാണ്. വീണ്ടും അവർ പാപത്തിലേക്ക് പോയി. അവസാനം നീ നിന്റെ ഏകജാതനായ പുത്രനെ നൽകി. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അങ്ങനെ നീ ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാൽ നന്ദി കരയേറ്റുന്നു. നിന്റെ ധന്യകരമായ ജീവിതത്തിനായി നന്ദി ദൈവമേ. നിന്റെ പുരുഷന്റെ പാദപീഠത്തിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ നീ പറഞ്ഞതായ വാക്കുകളെ ഞങ്ങളുടെ മനസ്സിൽ ഗ്രഹിപ്പാനും ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ആ നിലവിളികൾ കേട്ടുകൊണ്ട് മറ്റു നിലവിളികൾക്ക് പ്രതികരിക്കുവാൻ ഞങ്ങളെ എടുത്തുപയോഗിക്കണമേ കർത്താവേ. കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ കൊണ്ടാടുന്നു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രത്യാശയിൽ ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. നിന്റെ മരണം വ്യർത്ഥമായി പോകുന്നവരാ അല്ല, പുതിയ ഇസ്രായേലാകുന്ന ഞങ്ങൾക്ക് ഒരുപാട് ദൗത്യങ്ങളെ തന്നിട്ടുണ്ട്. ദൈവമേ, നിന്റെ മരണം ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നതാണ്. ഞങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും പരിഹാരമാണ്. ദൈവമേ, ആ കുരിശിനെ ധ്യാനിച്ചുകൊണ്ട്, ആ കുരിശിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ നയിപ്പാൻ ഇടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.